നമസ്കാരം. വഞ്ചിപ്പാട്ടിൻ്റെ മൂന്നാമത്തെ സെക്ഷൻ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഇപ്പം നമ്മൾ എടുത്ത് നിർത്തിയത് തൊട്ടിട്ട് കാണിക്കാം. അതായത് 1 2 3 1 2 3 1 2 3 4 ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇനി ഈ കാലെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെച്ചു കളിച്ചോ. 1 2 3 4 1 2 3 4 വീണ്ടും 1 2 3 4 1 2 3 4. ഈ സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു വരയാണെങ്കിൽ ഈ വരയിലല്ല നമ്മൾ കാല് വയ്ക്കുന്നത്, എന്നാൽ കറക്റ്റ് ഇതിൻ്റെ മുമ്പിലും അല്ല. ഇപ്പോൾ ലെഫ്റ്റ് കാലിൻ്റെ നേരെയല്ല, ലെഫ്റ്റ് കാലിൻ്റെ ഇങ്ങനെ നേരെയല്ല. ഒരു 1.5 അടി അകലെയും വയ്ക്കും, 1/2 അടി ഫ്രണ്ടിലേക്ക് നീട്ടും. കൃത്യം ഒരു 1/2 അടിയോളം മതി ഫ്രണ്ടിലേക്ക്. എന്നിട്ട് അതിലിരിക്കുന്നത് കണ്ടോ, മുട്ട് പാരലായിട്ട് നീങ്ങണം. അതായത് ഇങ്ങനെയല്ല സ്റ്റെപ്പ് വരുന്നത്. മുട്ടും കാലിൻ്റെ അടിവശം മോൾവശം ഒരേ ഡിസ്റ്റൻസിലായിരിക്കും. ഇവിടെ 1.5 അടിയാണെങ്കിൽ അത്ര തന്നെ ആയിരിക്കും മോൾവശം കിട്ടുക, അതായത് ഇവിടെയും കിട്ടുന്നത്. 1 ആ സൗണ്ട് കണ്ടോ, ഒറ്റൊന്നിന് മാത്രമേ സൗണ്ട് കേട്ടുള്ളൂ, ബാക്കിയുള്ളതിന് സൗണ്ട് വന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു വെയിറ്റ് എടുത്ത് പൊക്കുന്ന ഒരു ഫീല് വരും. ഇങ്ങോട്ട് എടുക്കുക. 1 2 3 4 വീണ്ടും എടുത്തു. ഇനി പുറകിൽ കുത്തുന്നതിന് പകരം തിരിഞ്ഞ് കൊട്ടി. ആ സമയത്തെ കാല് മറ്റേ കാലിൻ്റെ നേരെ ഫ്രണ്ടിൽ വരണം. ഇങ്ങനെയാണ് വരുന്നത്. ഈ കൊട്ടുന്ന സമയത്ത് ആദ്യം എടുക്കുമ്പോൾ 1/2 അടി മാത്രം കയറുമ്പോൾ മറ്റേത് 1.5 അടി ഫ്രണ്ടിലേക്ക് വരും. ഒരു തവണ കൂടി കാണിച്ചു കൊടുക്കാം. 1 2 3 4 1 2 3 4. ഇതേ സ്റ്റെപ്പൊക്കെ ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. 1 2 3 4 1 2. എന്നിട്ട് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ കവർ ചെയ്ത് പോണത്. ഈ സൈഡിൽ കൂടെ വന്നു, തിരിച്ചും ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സർക്കിളിൽ നിന്നിട്ട് ഒരു വട്ടം കറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ് ഫ്രണ്ടിക്ക്. കൈ ഇങ്ങനെ ഇങ്ങോട്ട് അടുത്ത് നിന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കോർത്തിട്ടാണ് കൈ പിടിക്കുക. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണ പോലെ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെ വിരൽ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് എടുത്ത് ഈ കൊട്ടിക്കഴിഞ്ഞ് ഉടനെ ഇതങ്ങ് കോർത്ത് പിടിക്കണം. വരുമ്പോൾ തന്നെ ഇങ്ങനെ ചേർത്ത് വന്നാൽ മതി. എന്നിട്ട് ഇനി റെഡി. ഇതാണ് വട്ടമെങ്കിൽ വട്ടം കിടന്ന് നീക്കി വെച്ചാൽ അത് കുപ്പി വെച്ചാലും മതി അല്ലേ, കാണാൻ എളുപ്പത്തിന്. അല്ലെങ്കിൽ ഇതിൻ്റെ മറവ് വരും. ഇതിപ്പോൾ വിളക്കാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇവിടെ ആളുണ്ടാവും, അവിടെ ആളുണ്ടാവും. എന്നിട്ട് 1 2 3 1 2 3 ഉള്ളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് 1 2 3 1 2 3 വിട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് 1 2 3 1 2 3 1 2 3 1 2 3 4. ഈ പിടിക്കുന്ന കൈ തൊട്ടൊന്നുകൂടെ പറയാം. ഇതിന് നമ്മൾ വളരെ കുറച്ചേ കാല് വെക്കുള്ളൂ. 1 2 3 ഇത്രേ ചവിട്ടാൻ പാടുള്ളൂ. എന്നിട്ട് അവിടെ ഇരിക്കും ഒന്നുകൂടെ. അപ്പോൾ കൈ ലൂസാവണം. മാക്സിമം ഇങ്ങനെ വടി പോലെ പിടിച്ചാൽ നമുക്കിത് ഇങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ അത്രയും തളർത്തി പിടിച്ചിട്ട് 1 2 3 സമത്തിലാണ് അവസാനിപ്പിക്കേണ്ടത്. തിരിച്ചും 1 2 ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ താഴ്ന്നു കഴിഞ്ഞാൽ ഇവിടെ താഴ്ന്നു, ഇവിടെ നിന്നാൽ മതി. ഇനി 1 2 3 സ്റ്റെപ്പിന് നമ്മൾ 3 സ്റ്റെപ്പിനാണ് ഇരിക്കാൻ പോണത്. 1 2 3 1 2. അപ്പോഴും ഈ കയ്യിനെ ചെറിയ തോതിലൊന്ന് പൊക്കിയെടുത്തിട്ട് വിട്ടാൽ ഭംഗി കൂടും. 1 2 3 1 2 3. ഇനി വീണ്ടും എണീറ്റ് നിന്നിട്ട് 1 2 3 4. ഈ ക്രോസ് ചെയ്ത് കുത്തുന്ന സ്റ്റെപ്പ് നമ്മൾ 2nd ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്തു, വീണ്ടും എടുത്തു, നമ്മൾ പഠിച്ച സ്റ്റെപ്പാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടി ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ആ കൊട്ട് കൈ നല്ലപോലെ ഫ്രണ്ടിലേക്ക് നീട്ടി പിടിച്ചിട്ട് ഇവിടുന്ന് വരും കൊട്ട്. അതിന് കാലും കൂടെ കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് ഈ കാല് ഇങ്ങനെ ചേർത്ത് വയ്ക്കും. ഓക്കെ, അടുത്തത് ഒന്നുകൂടി ആദ്യം തൊട്ട് എടുത്തോ. 3 4 1 2 3 4 5 6 7 8. അങ്ങനെ അങ്ങ് തിരിഞ്ഞിറങ്ങിപ്പോവും. ഒന്നുകൂടി 1 2 3 4 കയറി ഇറങ്ങി. ഇപ്പോൾ മറ്റേ കുട്ടി എവിടെയാണോ അവിടെ എത്തിയിട്ടുണ്ടാവും.
അവരവിടുന്ന് പോയിട്ടുണ്ടാവും. ഇനി ഇയാൾ ഇവിടുന്ന് കളിച്ച് കയറിയിട്ട് ഞാൻ നിൽക്കുന്നിടത്തേക്ക് എത്തും കേട്ടോ. കണ്ടോളൂ. ലെഫ്റ്റ് വെച്ചു, റൈറ്റ് വെച്ചു, ലെഫ്റ്റ് വെച്ചു. ഇങ്ങനൊരു ട്രയാങ്കിൾ പോലെ ആണ് സ്റ്റെപ്പ് വരുന്നത്. അത് അങ്ങനെ തന്നെ കളിച്ചാൽ അപ്പോൾ ഇറങ്ങുന്നത് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ അങ്ങ് ഇറങ്ങും. നമ്മൾ കയറുന്നത് ഇങ്ങനെയാണെങ്കിലും ഇറങ്ങുന്നത് ആ സൈഡിലേക്കാണ്. എന്നിട്ട് ഇത്രയും സ്റ്റെപ്പ് തിരിച്ചെടുത്തിട്ട് നമ്മളെ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കയ്യെ ആദ്യം പിടിച്ച പോലെ തന്നെ ഇങ്ങനെ തന്നെ ക്രോസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ആ സ്റ്റെപ്പ് നല്ല ഫോഴ്സിൽ ആ ചവിട്ട് കണ്ടോളൂ. ഈ ലെഫ്റ്റ് കാലിൻ്റെ അടുത്തുനിന്നാണ് റൈറ്റ് സൈഡിലേക്ക് കാല് വരുന്നത്. തിരിച്ചും എടുക്കും. 1 2 1 2 1 2 3 4. ഇതിലാകെ കൂടെ നമ്മൾ സൗണ്ട് കേട്ടത് ഏതിനായിരിക്കും? 1 3 5 മാത്രമേ സൗണ്ട് കേട്ടിട്ടുണ്ടാവുള്ളൂ. ഒന്നുകൂടി നോക്കാം. 1 2 3 4 5 6 7 8. കണ്ടോ? ആകെ കൂടെ 8 സ്റ്റെപ്പ് ചവിട്ടിയാൽ 3 എണ്ണത്തിന് മാത്രമേ സൗണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനത്തെ കാര്യങ്ങളാണ് അധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാ സ്റ്റെപ്സിനും സൗണ്ട് വരേണ്ട ആവശ്യമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കളിക്കും. അപ്പോൾ ചെറിയൊരു മാറ്റം കൂടെ വരും. 1 2 1 2 3 4 1 2 3. താളം ഒന്നുകൂടെ മുറുകി. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പ് കളിച്ച സ്റ്റെപ്പാണ്. 1 2 3 4 1 2 3 4 1 2 3 4. ഇതോടുകൂടി നമ്മുടെ വഞ്ചിപ്പാട്ടിൻ്റെ എല്ലാ ചുവടുകളും കഴിഞ്ഞു. കുറച്ച് വലിയ പാട്ടാണ്. ഇനി ഇത് നമുക്ക് പാട്ടിൻ്റെ കൂടെ കളിച്ച് നോക്കാം.